കേരള രാഷ്ട്രീയത്തിലെ മാണി സമവാക്യങ്ങൾ മാറ്റി ജോസ് കെ മാണിയെ തിരികെ എത്തിക്കാനുള്ള സഭയുടെയും ലീഗിന്റെയും നീക്കങ്ങൾക്കെതിരെ പടയൊരുക്കവുമായി പി.ജെ. ജോസഫും കൂട്ടരും. ജോസ് വന്നാൽ തങ്ങളുടെ അസ്തിത്വം ഇല്ലാതാകുമെന്നും അർഹതപ്പെട്ട സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്ക ജോസഫ് വിഭാഗത്തെ പ്രകോപിതരാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ കടുത്ത എതിർപ്പ് UDF നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കം. CPM-ഉം UDF-ലെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് പോയതോടെ UDF-ലെ ഏക കേരള കോൺഗ്രസ് എന്ന പദവി ജോസഫിനായിരുന്നു. എന്നാൽ പഴയ എതിരാളി മടങ്ങിയെത്തിയാൽ കോട്ടയം, ഇടുക്കി ജില്ലകളിലെ സീറ്റ് വിഭജനം കീറാമുട്ടിയാകും. കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച പല സീറ്റുകളിലും ജോസ് വിഭാഗം അവകാശവാദം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും ജോസിന്റെ കടന്നുകയറ്റം ഉണ്ടാകുമോ എന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പേടി. ഈ വിവാദത്തിൽ UDF മുന്നണി വിട്ട് ജോസഫ് പുറത്തേക്ക് വന്നാൽ CPM സ്വീകരിക്കും. UDF-ൽ വലിയ പ്രതിഷേധമാണ് ജോസഫ് ഗ്രൂപ്പ് ഉയർത്തുന്നത്. മുന്നണി വിപുലീകരണം നല്ലതാണെന്ന് നേതൃത്വം പറയുമ്പോഴും തങ്ങളെ ബലി നൽകിക്കൊണ്ടുള്ള ഒരു നീക്കത്തിനും വഴങ്ങില്ലെന്ന നിലപാടിലാണ് P.J. ജോസഫ്. ജോസ് കെ മാണിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ജോസഫ് വിഭാഗം ഇടയ്ക്കിടെ മുന്നണി മാറുന്നവർക്ക് ചുവന്ന പരവതാനി വിരിക്കുന്നത് ശരിയല്ലെന്ന് വാദിക്കുന്നുണ്ട്. P.J. ജോസഫ് എടുക്കുന്ന നിലപാട് UDF-ന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമെന്ന അവസ്ഥയാണിപ്പോൾ. കോട്ടയം ജില്ലയിൽ ജോസ് വിഭാഗവും ജോസഫ് വിഭാഗവും നേർക്കുനേർ വന്നാൽ അത് UDF-ന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ജോസിനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വം ജോസഫിനെ എങ്ങനെ അനുനയിപ്പിക്കും എന്നത് വലിയ ചോദ്യമാണ്. ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും ജോസഫിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് UDF-നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ UDF ഉന്നതാധികാര സമിതിയിൽ ജോസഫ് ഗ്രൂപ്പ് ഈ വിഷയം ഉന്നയിക്കും. ജോസ് കെ മാണിയുടെ വരവ് തടയാൻ ജോസഫ് വിഭാഗം അവസാനാടവും പയറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ. P.J. ജോസഫ് അടിയന്തര പാർട്ടി യോഗം വിളിക്കും. മുന്നണി മര്യാദകൾ ലംഘിച്ച് ജോസ് കെ മാണിയെ ഏകപക്ഷീയമായി സ്വീകരിക്കാൻ നീക്കം നടത്തിയാൽ അത് അംഗീകരിക്കില്ലെന്ന് ജോസഫ് ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സീറ്റുകളിൽ ഒന്നുപോലും വിട്ടുനൽകില്ലെന്ന കർശന നിർദ്ദേശം നേതാക്കൾക്ക് ജോസഫ് നൽകിക്കഴിഞ്ഞു. UDF-നെ വഞ്ചിച്ച് പോയവർക്ക് തിരിച്ചുവരാൻ എളുപ്പവഴി ഒരുക്കുന്നത് വഞ്ചനയാണെന്നാണ് ജോസഫ് പക്ഷത്തിന്റെ വാദം. മധ്യ തിരുവിതാംകൂറിലെ പല പ്രാദേശിക ഘടകങ്ങളിലും ജോസഫ് വിഭാഗം അണികൾ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. കോട്ടയത്തും ഇടുക്കിയിലും ജോസ് കെ മാണിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുമെന്നും സൂചനയുണ്ട്. ഇടതന്റെ സുഖം അനുഭവിച്ച് മടുത്തു വരുമ്പോൾ കയറി വരാൻ ഇത് സത്രമല്ല എന്നാണ് ഒരു മുതിർന്ന ജോസഫ് ഗ്രൂപ്പ് നേതാവ് പ്രതികരിച്ചത്.